വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മയണൈസിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. മയണൈസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങ് തുടങ്ങാമല്ലേ കുബൂസ് ഉണ്ടാക്കാൻ. കുബൂസ് ഉണ്ടാക്കുവാൻ ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ചെറു ചൂടുള്ള പാലെടുക്കാം. പാലില്ലെങ്കിലും കുഴപ്പമില്ല, ചെറു ചൂടുള്ള വെള്ളമായാലും മതി. ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് പാലിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളമായാലും പാലായാലും അധികം ചൂടില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ചൂട് കൂടിപ്പോയാൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. അതുകൊണ്ട് വളരെ ഇളം ചൂട് മതി കേട്ടോ. ഈ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി 5-10 മിനിറ്റ് നമുക്ക് ഈ പാലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുബൂസിനുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ആട്ടയും 1 കപ്പ് മൈദയുമാണ് എടുത്തിരിക്കുന്നത്. പൊടികളും കൂടി ഒരുമിച്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആട്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദ മാത്രം എടുത്താൽ മതി. അതല്ല ഇത്തിരി ഹെൽത്തി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 കപ്പ് ആട്ട മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ കുബൂസിനുള്ള പൊടിയൊക്കെ അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. അപ്പോൾ ഈ പാലിൽ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാല് അല്പാൽപമായി ഈ പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചെടുക്കാൻ ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെടേണ്ട വരും കേട്ടോ. ഈ ചപ്പാത്തി മാവൊക്കെ കുഴക്കണേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെ മാവ് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് കയ്യിലൊക്കെ ദാ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. സാറില്ല, ഈ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും കൈയൊക്കെ പോയി ഒന്ന് കഴുകിയിട്ട് ഇത്തിരി ഓയിൽ കയ്യിൽ പെറ്റി കൊടുത്തിട്ട് പിന്നെയും സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചാക്കുമ്പോഴേക്കും ഇതുപോലെ വലിയൊരു ബോളാക്കി എടുക്കുക. ക്രാക്സോ വിള്ളലോ ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഒരു ബൗളിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കുക. ഒഴിച്ചെടുത്ത മാവ് അതിൽ വെച്ചിട്ട് മാവിൻ്റെ മുകളിലും ഇത്തിരി സൺഫ്ലവർ ഓയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ വെച്ച് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് ഭയങ്കര ഡ്രൈ ആയി പോകും. അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പോ വെച്ച് കവർ ചെയ്ത് വെക്കുന്നത്. ഇനി 2 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ എയർ ബബിൾസ് ഒക്കെ പോകുവാൻ വേണ്ടി ഇത് ഒന്നും കൂടി ഒന്ന് ചെറുതായി ഒന്ന് കുഴച്ച് കൊടുക്കണം. നമുക്ക് ഈ മാവ് കൗണ്ടർ ടോപ്പിലോ മറ്റോ ഇട്ട് നീളത്തിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ഈക്വൽ പീസസായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വലിയ ബോൾസ് കിട്ടാൻ പാകത്തിനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. എനിക്കിവിടെ 8 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ പീസും എടുത്ത് ഇതുപോലെ കൈവെള്ളയിലിട്ട് റൗണ്ട് ചെയ്ത് ഉരുളകളാക്കി എടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഈ ബോൾസ് ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെക്കാം. പരത്തുന്ന സമയത്ത് പരത്തുവാനുള്ള ഉരുള മാത്രം പുറത്തെടുത്താൽ മതി. ബാക്കിയുള്ള ഉരുളകളെല്ലാം ഇതുപോലെ ഈ നനഞ്ഞ തുണിയുടെ അടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കുബൂസ് പരത്തുക എന്ന ചടങ്ങാണ് അടുത്തത്. ഇതിനു വേണ്ടി അല്പം മൈദ തൂവി ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. അമീബയുടെ ഷേപ്പും പിന്നെ പല രാജ്യങ്ങളുടെ മാപ്പിൻ്റെ ഷേപ്പൊക്കെ വൃത്തിയായിട്ട് തന്നെ പരത്തിയെടുക്കാൻ എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ പത്തിരി പ്രസ്സിൽ വെച്ചാട്ടോ ഞാൻ പരത്തിയെടുക്കാറ്. എന്നോർത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാറില്ല. ഈ മാവ് കുറച്ച് സ്റ്റിക്കി ആയതുകൊണ്ട് കുറച്ചധികം ഓയിൽ അപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട്. എങ്ങനെ പരത്തിയാലും വേണ്ടില്ല, അധികം കനം കുറയാതെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിന് കിട്ടും. പാൻ വെച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ലെവലായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം പരത്തിയ കുബൂസ് ആദ്യം ചുട്ടെടുക്കാനും ബാക്കി പരത്തി വെച്ചിരിക്കുന്നവ ഡ്രൈ ആയി പോകാതെ മൂടി വെക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കുബൂസിന്റെ മുകളിൽ ചെറിയ കുമിളകൾ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 തവണ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പരത്തി വെച്ചിരിക്കുന്നവ ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ കുബൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക് യു.